ഹായ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തിട്ടും ഒരു മറുപടിയും കിട്ടുന്നില്ലെന്ന് തോന്നി നിരാശയിലാണോ? നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു കേൾക്കുന്നില്ലെന്ന് എപ്പോഴെങ്കിലും സംശയിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ട ഒന്നാണ്. നമ്മൾ പലരുടെയും മനസ്സിലുള്ള ഒരു വലിയ ചോദ്യമാണിത്. നിങ്ങൾ എത്രയോ നാളുകളായി ഒരു കാര്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടാകും. എല്ലാ ദിവസവും, ചിലപ്പോൾ കണ്ണീരിൽ പോലും. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആ ദുആകളൊന്നും ഒരു മറുപടിയും ലഭിക്കുന്നില്ലെന്ന്? നമ്മുടെ പ്രാർത്ഥനകൾ എവിടെയോ തട്ടി നിൽക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരുപക്ഷേ ഈ ലോകത്ത് നിങ്ങൾ ഒറ്റക്കാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലാഹു പോലും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന്? എന്നാൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒറ്റക്കല്ല. അതെ, ഈ ചോദ്യം ഞാനടങ്ങുന്ന ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാവാം നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കാത്തതായി നമുക്ക് തോന്നുന്നത്? ചിലപ്പോഴെല്ലാം നമ്മൾ ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഉത്തരം നാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും, അല്ലേ? എന്നാൽ അല്ലാഹുവിൻ്റെ തീരുമാനം നമ്മൾ വിചാരിക്കുന്നു. ഒരുപക്ഷെ അല്ലാഹുവിൻ്റെ മറുപടി ഇല്ല എന്നോ പിന്നീടാകട്ടെ എന്നായിരിക്കാം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നിമിഷം നമുക്ക് നല്ലതായിരിക്കില്ലെന്ന് അല്ലാഹുവിനല്ലാതെ ആർക്കാ നന്നായി അറിയുക? നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ ദുആ ചെയ്യുന്നതിന് നമ്മളെ സ്വാർത്ഥമായ കാരണങ്ങൾക്ക് വേണ്ടിയാണോ? അതുകൊണ്ടാണോ നമ്മളുടെ ദുആ സ്വീകരിക്കാത്തത്? അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനും നമ്മുടെ പരലോക നന്മക്കും അനുസരിച്ചാണോ നമ്മളുടെ ദുആ ഉള്ളത്? നമ്മുടെ ദുആകൾക്ക് ഉത്തരം കിട്ടാത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിൽ ചിലപ്പോൾ ഒരു ബലഹീനത വന്നേക്കാം. സംശയത്തോടെയുള്ള ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായും കുറഞ്ഞേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ദുആക്ക് ഒരു തടസ്സമായേക്കാം. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, മറിച്ച് നമ്മെ സ്വയം ഒന്ന് ആത്മപരിശോധനക്കുള്ള ഒരവസരമായാണ് കാണേണ്ടത്. ഇസ്തിഗ്ഫാർ ചെയ്യുക, തെറ്റുകൾ ഏറ്റുപറയുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നാം പ്രത്യേകം ഓർക്കണം. ഈ കാര്യങ്ങൾ കൊണ്ടാണോ നമ്മുടെ ദുആകൾക്കെല്ലാം ഉത്തരം ലഭിക്കാത്തതെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ലതേ നൽകൂ. ചിലപ്പോൾ ഉത്തരം ലഭിക്കാത്ത ദുആകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരവസരമായേക്കാം. നമ്മുടെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമിൻ്റെ ദുആ അല്ലാഹു ഒരിക്കലും പാഴാക്കിക്കളയില്ല. ദുആ പാപത്തിനോ ബന്ധം മുറിക്കുന്നതിനോ വേണ്ടി അല്ലാത്ത പക്ഷം അതിൽ മൂന്നിലൊരു രൂപത്തിൽ അല്ലാഹു ഉത്തരം നൽകും. നമ്മൾ ആവശ്യപ്പെടുന്നത് അതേപോലെ കിട്ടുക എന്നത് മാത്രമല്ല ഒരു ദുആയുടെ ഉത്തരം. ചിലപ്പോൾ ഒരു വലിയ വിപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പരലോകത്ത് അത് വലിയ പ്രതിഫലമായി ലഭിക്കും എന്നിവയെല്ലാം നമ്മുടെ ദുആയുടെ ഉത്തരങ്ങളാണ്. ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ നാം ഒരിക്കലും നിരാശപ്പെടരുത്. കാരണം നമ്മുടെ ഭാവിയെക്കുറിച്ച് അല്ലാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അവൻ നമുക്ക് ഏറ്റവും നല്ലത് മാത്രം നൽകുന്നു. ചിലപ്പോൾ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹമായിരിക്കും പരലോകത്ത് അല്ലാഹു നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും വലിയ നല്ലത് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ദുആ തുടരുകയും ചെയ്യുക. നമ്മളെ ദുആക്ക് ഉത്തരം ലഭിക്കാൻ നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചുരുക്കി പറയാം. നമ്മൾ ആദ്യമായി ദുആ ചെയ്യാൻ തുടങ്ങുമ്പോൾ പൂർണ്ണ തവക്കുലോടെ ദുആ ചെയ്യുക. അവനല്ലേ കഴിവുള്ളവനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. തുടർച്ചയായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും നിരാശരാകരുത്. എത്ര തവണ ദുആ ചെയ്താലും അല്ലാഹുവിനെ മടുക്കില്ലെന്ന്. നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കാനായി ദുആ തുടങ്ങുന്നതിന് മുമ്പും പിമ്പും
അള്ളാഹുവിൻ്റെ ദിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുക. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ദുആകൾക്ക് പ്രത്യേക ശക്തി തന്നെ ലഭിക്കും. ദുആക്ക് മുമ്പും ശേഷവും ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ദിക്റുകൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും എന്നാണ്. ദുആക്ക് ഒരുങ്ങാൻ ഇത് ഒരുപാട് സഹായിക്കും. സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നതും ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ നമ്മെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അള്ളാഹു നമ്മളെല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.